ഈ തിരക്കൊക്കെ ഉണ്ടെങ്കിലും ജയേട്ടനെ കണ്ടിട്ടല്ലേ പോകാൻ കഴിയൂ അല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് ഞാൻ. എന്നാണ് ഒടുവിൽ കാണാൻ കഴിഞ്ഞിരുന്നോ? ഒരാഴ്ച മുമ്പ് സംസാരിച്ചു, ടെലിഫോണിൽ സംസാരിച്ചു. അപ്പോൾ അസുഖമുണ്ട്, അപ്പം ഞാൻ വീട്ടിലേക്ക് വരട്ടെ ചോദിച്ചു. വീട്ടിലേക്ക് വരണ്ട, എന്താ വെച്ചാൽ എനിക്ക് അപ്പം ഞാൻ ആരും കണ്ട് സംസാരിക്കാൻ തയ്യാറല്ല, കുറച്ച് മാനസികമായിട്ട് കുറച്ച് നോട്ട് പ്രിപ്പയർഡ് ആണ്. അപ്പം ശരി, അത് കഴിഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു, നാളെ വരാൻ പറ്റുമോ വേണോ എന്ന് വെച്ചു. വരാം എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നു. ഇവിടെ വന്നപ്പോഴേക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ ഒറ്റപ്പാലത്തു നിന്നാണ് വരണത്. അവസാനമായിട്ട് സംസാരിക്കാൻ പറ്റി, പക്ഷേ സംസാരിക്കാൻ പറ്റി. ഒരു 10 മിനിറ്റ് സംസാരിച്ചു. ഞാൻ കിടക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു. ഈ വയ്യെങ്കിലും അദ്ദേഹത്തിന്റെ ശബ്ദത്തിനൊരു ഒരു ഇടർച്ചയും പതർച്ചയും എന്ന് കേൾക്കാൻ തുടങ്ങിയോ അവസാനം വരെ അതേ ശബ്ദം. ചേട്ടനും ഞാനും അങ്ങനെ ചെന്നൈയിലുള്ള കാലത്തുള്ള ബന്ധമാണ്. ചെന്നൈയിലെ ബന്ധമാണ്? അതെ, അക്കാലം തൊട്ടിട്ട് തന്നെ. ചെന്നൈയിൽ അദ്ദേഹം ഒരു പ്യാരി എന്നൊരു കമ്പനിയിൽ ഒരു കെമിസ്റ്റായിട്ട് ജോലി ചെയ്ത കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അതെ, കെമിക്കൽ എഞ്ചിനീയറാണ്. പാരിയൻ കമ്പനിയിൽ അദ്ദേഹം ഇതായിരുന്നു. അദ്ദേഹത്തിൻ്റെ അങ്കിളിൻ്റെ കെയർ ഓഫിലാണ് അത് ആ ജോലിയായത്. അവിടെ ഒരു ഗാനമേളയൊക്കെ നടത്തി ആണ് പിന്നെ മേഖലയിലേക്ക്. ആശാൻ മെമ്മോറിയൽ അവിടെ ഇതുണ്ട്. ആശാൻ മെമ്മോറിയലിൽ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ, മലയാളികളുടെ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ഒരു ലളിതഗാനം പാടാൻ ഒരാളെ വിളിച്ചു. അന്നേരം ജയേട്ടൻ അവിടെ പോയി ഒരു പാട്ട് പാടി. അത് നമ്മുടെ ശോഭന പരമേശ്വരൻ നായർ കേട്ടു. അവിടെ നിന്നാണ് തുടക്കം. വഴിത്തിരിവായത്. അതാണ് അങ്ങനെ എല്ലാവർക്കും ഇപ്പോൾ പറയാൻ. അദ്ദേഹം ഒറ്റപ്പാലത്തു നിന്നാണ് വരുന്നത്. ജയേട്ടൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്. ചെന്നൈയിൽ നമ്മൾ പറഞ്ഞു അദ്ദേഹം ക്രൈസ്റ്റ് കോളേജിൽ പഠിച്ച് ബിരുദമൊക്കെ സമ്പാദിച്ച് അദ്ദേഹം തിരികെ പോകുമ്പോൾ അദ്ദേഹം അവിടെ ഒരു കെമിസ്റ്റായിട്ടാണ് ജോലി പ്രവേശിച്ചത്. അങ്ങനെ ഈ ജോലി ചെയ്ത് ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതത്തിലേക്ക് അദ്ദേഹം തിരികെ എത്തുന്നത്. അതിനു മുമ്പ് നന്നായി മൃദംഗം വായിക്കുമായിരുന്നു, ചെണ്ട വായിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ ശാസ്ത്രീയ സംഗീതം അങ്ങനെ കാര്യമായി അഭ്യസിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അദ്ദേഹം സംഗീതത്തിൻ്റെ വഴിയിലേക്ക് പിന്നെ മടങ്ങി വരികയാണ്. പിന്നീട് ഒരു തിരിച്ചുപോക്കില്ലാത്ത ഒരു യാത്രയായിരുന്നു. അദ്ദേഹത്തിന് ഒരു 50-60 വയസ്സിലാണ് അദ്ദേഹം നിറം എന്ന സിനിമയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രായം നമ്മിൽ മോഹം നൽകിയെന്ന പാട്ട് പാടിയത്. അതൊരു 20-കാരൻ്റെ ശബ്ദത്തിൽ ആ പാട്ട് നമ്മൾ ഇപ്പോഴും ശ്രവിക്കുന്നുവെങ്കിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിനൊരു ഇടർച്ചയോ പതർച്ചയോ ഉണ്ടായിരുന്നില്ല. അതിങ്ങനെ ഒരു ഗംഗാപ്രവാഹം പോലെ ഇങ്ങനെ ഒഴുകുകയായിരുന്നു മലയാളിയുടെ ഹൃദയത്തിലേക്ക്. നമ്മൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ടത് ചെവി കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ്. വൈകാരികമായി ഒരു അടുപ്പമുള്ള ശബ്ദവും ഈണവുമായിരുന്നു അദ്ദേഹം നമുക്ക് പകർന്നു തന്നത്. സാധാരണ നമ്മൾ കാതുകൾ കൊണ്ട് പാട്ട് കേൾക്കുന്നുവെങ്കിൽ ജയേട്ടൻ്റെ പാട്ടുകൾ നമ്മൾ ഹൃദയം കൊണ്ടാണ് ശ്രവിച്ചത്. അതുകൊണ്ടാണ് ഹൃദയത്തിൽ ഇടം നൽകിയ ആ ഒരു ഭാവഗായകൻ എന്ന പേര് അദ്ദേഹത്തിന് നമ്മൾ നൽകിയത്. അദ്ദേഹത്തിൻ്റെ വിരഹവും പ്രണയവും കാമുകഭാവവും ഭക്തിയും ഒക്കെ നമ്മൾ എത്രയോ പതിറ്റാണ്ടുകളായി, 6 പതിറ്റാണ്ടുകളായി നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതില്ലാത്തൊരു ജീവിതം നമ്മളെ സംബന്ധിച്ചൊരു ശരാശരി മലയാളിയെ സംബന്ധിച്ചില്ല. നമ്മളുടെ ഉറക്കത്തിലും ഉണർത്തിലുമൊക്കെ ഉണർന്നിരിക്കുമ്പോഴുമൊക്കെ നമ്മൾ കേൾക്കുന്നതുമൊക്കെ ആ പാട്ടുകൾ തന്നെയാണ്. അങ്ങനെ 6 പതിറ്റാണ്ടായി നമ്മളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായ ശബ്ദമാധുര്യമാണ് ജയചന്ദ്രൻ എന്ന ഗായകൻ. ശബ്ദമാധുര്യം നമുക്കിടയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അനുസ്മരിക്കുമ്പോൾ ഒക്കെ പറയുന്ന. ശബ്ദമാധുര്യത്തിന് ഉറപ്പായി മരണമില്ല, അത് അമരമായി തന്നെ അങ്ങനെ നിൽക്കും.